പക്ഷെ ഇവർ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത് സംഘ് പരിവാറിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, RSSനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, ബജറംഗ് ദളിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ, BJP വിമർശിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കളെ വിമർശിക്കലാണ് എന്നാണ്. ഒരിക്കലുമല്ല. ഹിന്ദുത്വയും ഹിന്ദുമതവും ഹിന്ദുക്കളും തമ്മിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഇവിടുത്തെ ഹിന്ദുക്കൾ എന്നല്ല. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുമതവുമല്ല, ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളുമല്ല. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം കുടിലമായ വംശീയ വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ ആശയമാണ് ഹിന്ദുത്വ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹിന്ദുത്വയും ഹിന്ദുമതവും തമ്മിൽ അജഗജാന്തരമുണ്ട്. ഗുജറാത്ത് കലാപത്തിൽ പങ്കെടുത്തവർ ഹിന്ദുക്കളാണെന്ന് ഇവിടുത്തെ മാനവിക ബോധമുള്ള ഏതെങ്കിലും ഹിന്ദു സമ്മതിക്കോ? മാനവിക ബോധമുള്ള അല്ലെങ്കിൽ ഹൈന്ദവ ദർശനങ്ങളിലൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ സനാതന ധർമ്മത്തിലൂടെ ജീവിക്കുന്ന ഏതെങ്കിലും ഹിന്ദു ചെയ്യുമോ? ഗുജറാത്തിൽ കാണിച്ചതുപോലെ പൂർണ്ണ ഗർഭിണിയായ ഒരു പെണ്ണിന്റെ വയറ് കുത്തിക്കീറി, അവളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കുത്തിക്കീറി ആ ഭ്രൂണം കത്തിച്ചു കളയുക എന്ന് പറയുന്നത് ഒരു ഹിന്ദു ആവണ്ട, നേരെ ചൊവ്വേ മനസ്സ് നിലനിൽക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യില്ല. മനുഷ്യൻ ചെയ്യില്ല.